ുകൊണ്ട് ചർച്ച തുടങ്ങിയാണ്. ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം പ്രഥമസൂത്രം. സാധന ചതുഷ്ടയ സമ്പത്തിയെക്കുറിച്ച് പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേക ഇഹ അമുത്ര അർത്ഥ ഭോഗ വിരാഗ ശമദമാദി സാധന സമ്പത്ത് മുമുക്ഷുത്വം. ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം, തിരക്ഷ. ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത് വരുന്ന സമാധാനം, സമാധാനം മനസ്സിനെ സമ്യക്കായി ആധാനം ചെയ്യുക. സമാധാനം മനസ്സിന്റെ സമാധാനം മനസ്സിനെ ആത്മവസ്തുവിൽ ഉറപ്പിക്കാൻ ശീലിക്കുക. അതാണ് സമാധാനം. ഇവിടെ നിത്യാനിത്യ വസ്തു വിവേകമുള്ള ആളിന് നിത്യമായ ആത്മവസ്തുവിനെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്നറിയാം. അതിന്റെ വിശേഷമായ അറിവിന് വേണ്ടിയാണ് അയാൾ ശ്രവണാദി സാധന ചെയ്യുന്നത്. അജ്ഞനല്ല. അതുകൊണ്ട് അയാൾക്ക് ഈ ആത്മവസ്തുവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം. എന്നാലും മനസ്സിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ പറയുന്ന സമാധാനം തന്നെ മനസ്സിൽ സംഘർഷമില്ലാതിരിക്കുക, മനസ്സിലെ സംഘട്ടനങ്ങൾ ഉണ്ടാകാതിരിക്കുക. അതും സാധകനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാരണം മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ അവിടെ ശ്രവണത്തിനും വിചാരത്തിനും ഒന്നുമുള്ള അവധാനത, ഏകാഗ്രത മനസ്സിന് കിട്ടാവുന്നു. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയത്തില്ല. സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കണം. മനസ്സ് ശാന്തമാകുക എന്ന് വെച്ചാൽ മനസ്സിനെ ക്ഷുബ്ധമാക്കുന്നത്, വിക്ഷിപ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ വാസന, പ്രധാനമായിട്ട് അത് മനസ്സിനെ ക്ഷുബ്ധമാക്കും. അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും. കാരണം അറിയാൻ പറ്റത്തില്ല, മനസ്സ് അസ്വസ്ഥമായിരിക്കും. അവിടെയാണ് വാസനയുടെ പ്രവർത്തനം. ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷുബ്ധമാകും. അതാണ് സാഹചര്യം, ചുറ്റുപാടുകൾ, ശത്രുക്കൾ. ഒരാൾ നമ്മൾ ശത്രുവായി സങ്കല്പിക്കുന്നു. അയാളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അനിഷ്ടമായി തോന്നുന്നു, പ്രതികൂലമായി തോന്നുന്നു. മനസ്സ് അതിനോട് പ്രതികരിക്കും, പ്രതിരോധിക്കും. അപ്പോൾ മനസ്സ് ക്ഷുബ്ധമാവും. പ്രതികൂല ചിന്തകൾ കൊണ്ട്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനസ്സ് ക്ഷുബ്ധമാവുന്നു. ഇത് ജ്ഞാതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു. അതായത് അറിയുന്ന കാരണങ്ങൾ നമുക്കറിയാം. അജ്ഞാതമായി മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മുടെ വാസന കൊണ്ട്. ഈ രണ്ടു തരത്തിലും മനസ്സ് അസ്വസ്ഥമാകാം. ഈ അസ്വസ്ഥതകൾ മനസ്സിനെ കൂടുതൽ വിക്ഷിപ്തമാക്കും. വിക്ഷിപ്തമാക്കുക എന്ന് വെച്ചാൽ മനസ്സിന് വേണ്ടത് ഏകാഗ്രതയാണ്. വിക്ഷിപ്തമായ മനസ്സിന് ഏകാഗ്രത വരത്തില്ല. ഏകാഗ്രത വന്നില്ലെങ്കിൽ ബാക്കി ഒരു സാധനങ്ങളും ആ മനസ്സിൽ നടക്കത്തില്ല, അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഈ ആത്മീയ സാധനങ്ങളിൽ ഒന്നിലും തന്നെ, ജ്ഞാനമോ കർമ്മമോ ഭക്തിയോ ഒന്നിലും മനസ്സുറയ്ക്കത്തില്ല. ഉറയ്ക്കാത്ത മനസ്സിന് അങ്ങനെയുണ്ട്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ക്ഷിപ്തം വിക്ഷിപ്തം രൂപത്തിലുള്ള മനസ്സുകൾ അസ്വസ്ഥമാവുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അത് സദാ അസ്വസ്ഥമായിരിക്കും. ഏത് സാഹചര്യത്തിലും അസ്വസ്ഥമായിരിക്കും.
അത് ആശ്രമത്തിലായാലും ശരി പുറത്തായാലും ശരി മനസ്സ് അസ്വസ്ഥമായിരിക്കും. അത്തരം മനസ്സുകൾ സ്വയം അസ്വസ്ഥമാകും, തന്റെ ചുറ്റുപാടും അസ്വസ്ഥതകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിനും അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ഷിപ്ത വിക്ഷിപ്ത മനസ്സുകളുടെ തന്നെ ഒരു സ്വഭാവമാണ്. അസ്വസ്ഥമായ മനസ്സിന്റെ അടുത്ത് ചെന്നാൽ സാധാരണ മനസ്സിനും അസ്വസ്ഥത പകരും. ഒരു പകർച്ച വ്യാധി പോലെയാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അതും മനസ്സിന്റെ തന്നെ ഒരു സ്വഭാവമാണ്. അതിനെ ഈ പറയുന്ന സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയത്നം ആവശ്യമാണ്. ഈശ്വരകൃപ ഗുരുകൃപ ഒക്കെ ഉണ്ടെങ്കിൽ ആ മനസ്സിന് ഏകാഗ്ര നിരുദ്ധാവസ്ഥകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റും. പരിശ്രമിച്ചാൽ അത് നടക്കും. ഈശ്വരകൃപ കൊണ്ട് നടക്കും. പരിശ്രമം കൊണ്ട് മാത്രം നടക്കുമെന്ന് പറയാനും പറ്റില്ല. ഈശ്വരകൃപയ്ക്ക് വേണ്ടി പരിശ്രമിച്ചാലേ അതും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പരിശ്രമം ആവശ്യമാണ് താനും. അതുകൊണ്ടാണ് പരിശ്രമം കൊണ്ട് നടക്കുമെന്ന് പറയുന്നത്. കേവലമായ പരിശ്രമം കൊണ്ട് നടക്കത്തില്ല. ഈശ്വരാനുഗ്രഹത്തോടുകൂടിയ ഗുരുകൃപയോടുകൂടിയ പരിശ്രമം കൊണ്ട് നടക്കും. അവിടെയാണ് കർമ്മയോഗത്തിന്റെയും മറ്റും വരുന്നത്. മനസ്സസ്വസ്ഥമാകുന്നത് ഈ വാസനകളുണ്ട്. പ്രധാനമായിട്ടും കർമ്മവാസനകൾ, പിന്നെ രാഗദ്വേഷാദി മനസ്സിന്റെ ദോഷം, അതിന്റെ ആധിക്യം കൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പൊ ആ മനസ്സിനെ സ്വസ്ഥമാക്കണം. സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപായങ്ങൾ, മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ഭക്തി. മറ്റൊരു ഉപായമാണ് യോഗം, കർമ്മയോഗം. മറ്റൊന്നാണ് യോഗ പരിശീലനം, അഷ്ടാംഗയോഗ പരിശീലനം. ഇതെല്ലാം മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിനുള്ള ഉപാധിയാണ്. ഭക്തിയിലൂടെ മനസ്സ് സ്വസ്ഥമാകുന്നു, മനസ്സ് നിർമ്മലമാകുന്നു. വാസന കൊണ്ട് മനസ്സ് ഘോര രൂപത്തിലിരിക്കുകയാണ്, മനസ്സ് കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ കട്ടിയായിരിക്കുന്ന മനസ്സ് ആർദ്രമാകുമ്പോൾ, ഭക്തി മനസ്സിന്റെ ഏറ്റവും വൈകാരികമായ ഭാവം, ഏറ്റവും വൈകാരികമായ ഭാവമാണ് ഭക്തി. ഭക്തിയിലൂടെ മനസ്സ് ആർദ്രമാകുന്നു. ആർദ്രമാകുന്ന മനസ്സ് ആർദ്രമാകുന്നതിന് സത്വഗുണത്തിന്റെ ആധിക്യം ഉണ്ടാകുന്നു. സ്വച്ഛത, ആർദ്രത, പ്രകാശം, ഇതെല്ലാം സത്വകാര്യമാണ്. മനസ്സ് ആർദ്രമാകുമ്പോൾ അവിടെ സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകും. രജസും തമസും കുറയുന്നു. ഭക്തിയുടെ ഭാവത്തിൽ പ്രകടമാകുന്നു സത്വഗുണമാണ്. സത്വഗുണത്തിന്റെ ഉത്കർഷം ഉണ്ടാകുന്നു. സാത്വിക അഭിവൃദ്ധി അന്ധകരണത്തിലുണ്ടാകുമ്പോൾ അത് മനസ്സ് ശാന്തമാകുന്നു, മനസ്സ് നിർമ്മലമാകുന്നു. അപ്പോൾ ആ രീതിയിൽ ഭക്തി സാധനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. അതുപോലെ യോഗ കർമ്മയോഗത്തിലൂടെ, ഭക്തിയോഗത്തിൽ ഈശ്വരൻ അന്യനാണ്. അതിന്റെ ചരമ സാക്ഷാത്കാരത്തിലെ ഈശ്വരൻ അഭിന്നനാകുന്നുള്ളൂ. സാധനയിൽ ഈശ്വരൻ അന്യനാണ്. അന്യനായ ഈശ്വരന് ഉള്ള സമ്പൂർണ്ണ സമർപ്പണം, മനോവാക്കായ കർമ്മങ്ങളെ സമർപ്പിക്കുന്നു. പരിപൂർണമായ അഹന്ത ത്യാഗം, ഇതെല്ലാം ഭക്തിയിൽ, മനസ്സിന്റെ നിർമ്മലമായ ഭക്തിയിൽ സംഭവിക്കുന്നു. അവിടെ ഈശ്വരന് അന്യനാണെന്നുള്ള ഒരു ഭാവം ഉണ്ടെങ്കിൽ സമർപ്പണ ബുദ്ധി വരുത്തുള്ളൂ. ഭക്തനോട് വാസ്തവത്തിൽ സർവം ബ്രഹ്മമെന്ന് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. വാസിഷ്ഠം, എല്ലാം ബ്രഹ്മമെന്ന് പറയുന്ന കൃതിയാണ് വാസിഷ്ഠം. വാസിഷ്ഠത്തിൽ തന്നെ പറയുന്നു, അജ്ഞസ്യ അല്പപ്രബുദ്ധസ്യ സർവം ബ്രഹ്മേതിയോ വദേത്
മഹാനിരയജാലേഷു സതേന വിനിയോജിതഃ. അജ്ഞസ്യ, അജ്ഞൻ, അജ്ഞനെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അജ്ഞനല്ല, മൂഢനല്ല. മൂഢൻ, മൂർഖൻ എന്നെല്ലാം പറയും. അങ്ങനല്ല. പിന്നെയോ അല്പപ്രബുദ്ധസ്യ, അല്പജ്ഞാനമുണ്ട്, അല്പജ്ഞാനമുള്ള അജ്ഞൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഭക്തൻ എന്ന് പറയാം. നമുക്ക് ദർശനങ്ങളെക്കുറിച്ചുള്ള അറിവുകളൊന്നുമില്ല. ഈശ്വരനെ ഭജിക്കാനുള്ള ഈശ്വരബോധമുണ്ട്. അങ്ങനെയുള്ളവനോട് സർവം ബ്രഹ്മേതിയോവതേ, ആരാണോ സർവവും ബ്രഹ്മമാണ്, നീയും ശ്രോതാവും ഞാനും വക്താവും ഈശ്വരനും പ്രപഞ്ചവും എല്ലാം ബ്രഹ്മമാണെന്ന് ആരാണോ പറയുന്നത്, മഹാനിരയജാലേഷു, വലിയ നരകത്തിൽ, നിരയം നരകം, മഹാനിരയജാലേഷു സതേന വിനിയോജിതഃ, വലിയ നരകത്തിലേക്ക് അവനെ തള്ളിയിടുകയാണ്. ഈ ഉപദേശിക്കുന്നവൻ ഈ കേൾക്കുന്നവനെ വലിയ നരകത്തിലേക്ക് തള്ളിയിടുകയാണെന്ന്. എന്തുകൊണ്ട്? അവൻ അല്പപ്രബുദ്ധനാണ്. അപ്പോൾ അവനോട് സർവവും ബ്രഹ്മമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിഷ്ക്രിയത്വം വരും. അങ്ങനെയാണ് നരകത്തിലേക്ക് തള്ളിയിടുന്നു എന്ന് പറയാൻ കാരണം. അവൻ പിന്നെ സാധന, സാധ്യം, സാധകൻ ഈ ഭാവങ്ങളിൽ നിന്നെല്ലാം അവൻ അതിക്രമിക്കും. പിന്നീട് തനിക്കൊന്നും ചെയ്യാനില്ല. സ്വയം സംസിദ്ധനാകും. ഞാൻ സിദ്ധനായി കഴിഞ്ഞു, പൂർണ്ണനായി കഴിഞ്ഞു എന്ന് തോന്നും. കാരണം സർവവും ബ്രഹ്മമായി. ഫലം എന്താണ്? അവൻ നരകത്തിലേക്ക് പോകും, അജ്ഞതയിലേക്ക്, അലസതയിലേക്ക് അവൻ പോകുന്നു, നശിച്ചു പോകും എന്നത്. നിഷ്ക്രിയത്വം വരുന്നതുകൊണ്ട് നശിച്ചു പോകും. അവന് പിന്നീട് സാധനമൊന്നും ശ്രദ്ധ വരത്തില്ല. പിന്നീട് തനിക്ക് യാതൊന്നും ചെയ്യാനില്ല, എല്ലാം ബ്രഹ്മമായി, ഇനി തനിക്കൊന്നും നേടാനില്ല എന്നുള്ള ധാരണയിലൊന്നും നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള അല്പജ്ഞനായിരിക്കുന്ന ഒരു ഭക്തനോട് ബ്രഹ്മവാദം ചെയ്യാൻ പാടില്ലെന്നാണ്. എന്ന് സർവം ബ്രഹ്മമെന്ന് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു. വാസിഷ്ഠം ബ്രഹ്മത്തെക്കുറിച്ച് മാത്രം പറയുന്നു. വാസിഷ്ഠൻ രാമന് ബ്രഹ്മതത്വത്തെ ഉപദേശിക്കുന്ന ജ്ഞാനവാസിഷ്ഠം അതിൽ പറയുന്നതാണ്. അതുകൊണ്ട് അതിനുകൊണ്ട് ഇത് പറയുന്നത് കാരണം അത് ശരിയായ രീതിയിൽ പറയുകയും ശരിയായ രീതിയിൽ ഗ്രഹിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടം ചെയ്യുന്നതാണ്. ഈ തത്വചിന്തയും തത്വവിചാരവും തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്പജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭക്തി ഗുണഭക്തി ആണ്. ആ ഭക്തിയാണ് സാധനയുടെ ആദ്യപടി. അപ്പൊ ആ ഭക്തിയിൽ നിന്നുകൊണ്ട് അയാൾ പരിശ്രമിക്കണം. ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണ ഒരാള്, അയാൾക്കൊരു വേരിൽ പിടികിട്ടി, കിണറിലേക്ക് വളർന്നിറങ്ങി ഒരു വേരിൽ പിടികിട്ടി. അതിൽ കിടന്ന് അയാൾ നിലവിളിക്കുമ്പോൾ മേളിൽ നിന്നൊരാള് ഒരു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടാം. ആ കയറിലേക്ക് പിടിക്കണം, അയാൾക്ക് കിട്ടിയിരിക്കുന്ന പിടിയും വേണം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേരിലുള്ള പിടി വിട്ടതിന് ശേഷം കയറി പിടിക്കാൻ പോയാൽ കണ്ടിട്ടില്ലാവും. ഇത് രണ്ടും ഒരേ സമയം നടക്കണം. വേരിൽ നിന്ന് പതുക്കെ കൈ പിടിയും വേണം, മേളിൽ നിന്ന് വരുന്ന കയറിൽ പിടിയും മുറുകയും വേണം. എന്നാലേ രക്ഷപ്പെടാൻ പറ്റും, ഇല്ലെങ്കിൽ അപകടമാവും. അല്പജ്ഞൻ, അർദ്ധപ്രബുദ്ധൻ എന്ന് പറയുന്ന ആള്, അയാളുടെ ഉയർച്ചയെന്ന് പറയുന്നത് ഇതുപോലെ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ്. തന്റെ പിടി പൂർണ്ണമായും വിട്ടിട്ട് മറ്റേൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന് പിടി കിട്ടത്തില്ല. ഇതിൽ തന്നെ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ ക്രമേണ
ആ പിടി ദുർബലമാകും, അയാൾ കിണറ്റിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഈ പിടി വിട്ട് അടുത്ത കയറിലേക്ക് പിടിക്കണം. വിവേകത്തിന്റെ മാർഗത്തിലേക്ക് അയാൾ സഞ്ചരിക്കണമെന്നർത്ഥം. പക്ഷെ അത് ക്രമേണ പറ്റും. അത് ക്രമികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്നുവെച്ചാൽ അയാൾ സാധനാമാർഗത്തിൽ നിന്നിടത്ത് നിന്ന് ഉയരണം. ഉയർന്നാൽ മാത്രമേ അതിന് ഇതിലുള്ള പിടി ക്രമേണ വിടണം. വിടുക എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടുകയല്ല, നേടാനേ ഉള്ളൂ, ഉയർന്നു പോവുകയാണ്. ഈ ഭക്തി ജ്ഞാനം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ദേഹഭാവേന ദാസോഹം ആത്മഭാവേന ത്വമേവഹി. ഇതാണ് ദ്വൈതവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. ഹനുമാൻ രാമനോട് പറയുന്നതാണ്, ദേഹഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നിന്റെ ദാസനാണ്. ഇതാണ് ദ്വൈതം. ദേഹഭാവം വരുമ്പോൾ നീ വേറെ ഞാൻ വേറെ, ഞാൻ നിന്റെ ദാസൻ, നീ ഭഗവാൻ ഞാൻ ഭക്തൻ. പക്ഷെ ആത്മഭാവേന, ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോഴോ നീ തന്നെ, ത്വമേവഹി, ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവിടെ ഭൃത്യനും യജമാനുമില്ല, ദാസനും സ്വാമിയും ഇല്ല. അവിടെ ആത്മഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ വ്യത്യാസമില്ല. ഇത്രയുള്ള ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസം, അതായത് ഗൗണഭക്തിയും തത്വവിചാരവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഒന്ന് ദേഹഭാവത്തിൽ തുടങ്ങുന്നു, മറ്റൊന്ന് ആത്മഭാവത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് ഭാവവും തമ്മിലുള്ള വ്യത്യാസം വിചാരത്തിന്റെ വ്യത്യാസമാണ്, വിവേകത്തിന്റെ വ്യത്യാസമാണ്. തന്റെ അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം, സത്വഗുണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയും, സത്വ സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അയാളുടെ ഉള്ളിൽ വിവേകം ജ്ഞാനം ഉണ്ടാവും. ഗീതയിൽ പറയുന്നതാണ്, സത്വം വൃദ്ധിപ്പെടുമ്പോൾ ജ്ഞാനം ഉണ്ടാവും. അതിനുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും. ശരിയായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിയായ ഈശ്വരബോധം സത്വത്തിന്റെ ആധിക്യം കൊണ്ടുണ്ടാവും. ആ സത്വം തന്നെയാണ് ഭക്തിക്കും കാരണമായിരിക്കുന്നത്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, അസ്വസ്ഥമാകുന്നത് രജോ ഗുണത്തിന്റെ കാര്യമാണ്. വിക്ഷേപമായ മനസ്സ് എന്ന് പറയുന്നത് അത് രജോ ഗുണത്തിന്റെ പ്രവൃത്തിയാണ്. മനസ്സ് വിക്ഷിപ്തമാകുന്നത്, മനസ്സ് നിർമ്മലമാകുന്നത്, മനസ്സിൽ ഭക്തിഭാവം വരുന്നത് സത്വഗുണത്തിന്റെ കാര്യമാണ്. ആ സത്വത്തിന്റെ ആധിക്യം കൊണ്ട് മനസ്സിൽ വിവേകം ഉണ്ടാകുന്നു. അപ്പൊ ഭക്തി വിവേകത്തോട് കൂടി ചേരുന്നു. ഭക്തി വിവേകത്തോടു കൂടി ചേരുമ്പോൾ ഭക്തി അതിന്റെ ഗൗണമായ അവസ്ഥകളെല്ലാം ഉപേക്ഷിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് ചെല്ലുന്നു. ദേഹഭാവം വെടിയുന്നു. ഹനുമാൻ പറയുന്നത് പോലെ ആത്മഭാവത്തിലേക്ക് ഭക്തി ഉയരുന്നു. അപ്പോഴാണ് ഭക്തിരാത്മാനുസന്ധാനം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഭക്തി ആത്മാനുസന്ധാനമായി വരുന്നു. അവിടെ അന്യഭാവം വെടിയുന്നു, ആത്മഭാവം വരുന്നു. അങ്ങനെ വരുന്ന ഭക്തി സാധനയ്ക്കും ആ ഭക്തി സാധനയിലൂടെയും മനസ്സിന് സമാധാനം ഉണ്ടാക്കിയെടുക്കാം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളെല്ലാം, ഇവിടെ പറയുന്ന ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം സാധന പൂർത്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുകയാണ്. സാധനയ്ക്ക് വേണ്ടിയുള്ള സാധന അതാണ്. അയാളുടെ സാധന കൊണ്ട് അയാൾ നേടുന്ന എന്താണോ, ഈശ്വരനെയോ ബ്രഹ്മത്തെയൊന്നും അയാൾ നേടുന്നില്ല. സാധന കൊണ്ട് അയാൾ നേടുന്ന സാധനയെ തന്നെ. സാധനയുടെ പൂർത്തിയിലെ ഫലം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ സാധന പൂർത്തമാകുന്നതുവരെ, സാധന പൂർണ്ണമാകുന്നതുവരെ സാധനയുടെ പ്രയോജനം എന്താണ്? സാധന വേറെ പ്രയോജനമൊന്നുമില്ല. അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സമാധാനവും വരുന്ന അയാളുടെ ലക്ഷ്യമാണ്, അയാളുടെ ഉപേയമാണ്.
ആ ഉപേയത്തെ തന്നെ അയാൾ ഉപായമായി സ്വീകരിച്ചിരിക്കുന്നു സാധനത്തിന്. ഉപേയവും ഒന്ന് തന്നെ. ഉപേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉപായം എന്ന് പറയുന്ന മാർഗം. സമാധാനത്തെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സമാധാനം ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സമാധാനം അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഉപായമായി സ്വീകരിച്ചുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഉപേയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. സമാധാനത്തെ ഒരു സാധനയായി സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തെ ഒരു സാധ്യമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അപ്പൊ സാധകനെ സംബന്ധിച്ചിടത്തോളം സാധനയുടെ ഫലം സാധന തന്നെയാണ്. സാധനയുടെ പൂർത്തിയിൽ അയാൾക്ക് വാസ്തവത്തിലുള്ള ഫലം കിട്ടുന്നു. ആത്മജ്ഞാനമോ അല്ലെങ്കിൽ പരാഭക്തിയോ മോക്ഷമോ എന്താണോ അതെല്ലാം സാധനയുടെ പൂർത്തിയിലേ കിട്ടുന്നത്. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലക്ഷ്യമായിരിക്കുന്നത് തനിക്ക് മാർഗമായിരിക്കുന്നത് രണ്ടും സാധന തന്നെയാണ്. അതിൽ പൂർണ്ണത നേടുക, അതാണ് അയാൾ ശ്രമിക്കുന്നത്. അപ്പൊ സമാധാനത്തിന്റെ മാർഗത്തിൽ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാലേ കാര്യം സിദ്ധമാകത്തുള്ളൂ. അതായത് മാർഗവും ലക്ഷ്യവും ഒന്നായാലേ കാര്യം നടക്കുമെന്ന് പറയുന്നതാണ്. സമാധാനം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ അവസ്ഥാവിശേഷമാണ്. അത് പ്രാപിക്കണമെങ്കിൽ അവൻ സമാധാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നു. അതായത് സമാധാനം അതിനെ നേടുന്നതിനുള്ള പരിശ്രമങ്ങൾക്കിടയിലും അയാളുടെ മനസ്സിന് സമാധാനം ഉണ്ടായിരിക്കണമെന്നർത്ഥം. മനസ്സിന് സമാധാനം ഇല്ലാത്തവന് മനസ്സിന്റെ ആ സമാധാനത്തിന് നേടാൻ പറ്റത്തില്ല. അത് കൂടുതൽ വികസിച്ച് വരുന്നതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു എന്നർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന മനസ്സ് ടെൻഷൻ, മനസ്സിൽ സംഘർഷം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം സാധകന് വളരെ ദോഷം ചെയ്യുന്നു. സാധനയിൽ മനസ്സ് ഉറക്കത്തില്ല എന്നർത്ഥം. അത് ആന്തരികമായ സംസ്കാരങ്ങൾ കൊണ്ട്, വാസനകൾ കൊണ്ടുണ്ടായാലും ശരി, സാഹചര്യങ്ങളിൽ നിന്നുണ്ടായാലും ശരി. സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന, ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന, അതായത് ചുറ്റുപാടുകളോട് നമ്മൾ പ്രതികരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ആന്തരിക സംഘർഷം. ഈ ആന്തരിക സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യാൻ പറയുന്നത്. ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ്. ജ്ഞാനസാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ്. താൻ ആത്മാവാണ്, സർവ്വ ആത്മാവാണ്, താൻ അസംഖനാണ്, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നു. ഭക്തി സാധകനാണെങ്കിലോ അയാൾ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കർത്തൃത്വം ഈശ്വരന്, തന്നിലില്ല. ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, താൻ ചെയ്യുന്നു എന്നുള്ള വിചാരമില്ല. അവിടെ താൻ ആത്മാവാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണെന്നും ചിന്തിക്കണമെന്നില്ല. താൻ അജ്ഞനാണ്, താൻ അസ്വതന്ത്രനാണ് എന്ന് ചിന്തിച്ചാലും ദോഷമുണ്ട്. ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാൻ സ്വതന്ത്രനാണ്. ആ ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കുന്നു, ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന ഭാവനയിൽ അയാളുടെ മനസ്സിൽ ആർദ്രമാക്കി അഹന്തയെ നശിപ്പിച്ച് മനസ്സിൽ സാത്വികഗുണത്തെ വളർത്തി കർമ്മത്തിലും കർമ്മത്തിന്റെ ഫലത്തിലും അഭിമാനം വയ്ക്കാതെ, ആഗ്രഹം വയ്ക്കാതെ ഈശ്വരാർപ്പണമായ പ്രവൃത്തിയിലൂടെ അയാളുടെ സാത്വിക ഭാവങ്ങളെ വളർത്തി ഉള്ള സാധന മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ്, അനുകൂല പ്രതികൂലങ്ങൾ രണ്ടും ഈശ്വരകൃതമാണ്. അനുകൂലത വരുന്നതും പ്രതികൂലത വരുന്നതും. എനിക്ക് അനുകൂലമായി വരുന്നത് സാധനമാർഗത്തിൽ അനുകൂലമായി വരുന്നു, പലതും പ്രതികൂലമായും വരുന്നു. രണ്ടും ഈശ്വരൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞ് രണ്ടിനെയും സമഭാവനയോടെ വീക്ഷിച്ച്
മനസ്സിനെ കഴിയുന്നതും അസ്വസ്ഥമാക്കാതെ, ഇതെല്ലാം ഈശ്വരൻ നൽകുന്നതാണ്. നന്മയും തിന്മയും നൽകുന്ന ഈശ്വരൻ തന്നെ. ഒരു ശ്രുതിവാക്യമുണ്ട്, ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ തന്നെ അത് ഉദാഹരിക്കും. അതിന് പറയുന്നതാണ്, ഒരു ജീവനെ സദ്വാസനകൾ വളർത്തി ശമധമാദി ഗുണങ്ങൾ അവനിൽ വർദ്ധിപ്പിച്ച് അവനെ സന്മാർഗത്തിലൂടെ നടത്തിച്ച് ഈശ്വരബോധമുണ്ടാക്കി മുക്തിയിലേക്ക് നയിക്കുന്നത് അത് ഈശ്വരൻ തന്നെ. ഇനി വേറൊരുത്തന് ദുർവാസനകൾ വളർത്തി അവന് അഹന്തയും മമതയും കാമക്രോധാദികളും എല്ലാം വർദ്ധിപ്പിച്ചു ദുർമാർഗത്തിലൂടെ നടത്തി അവനെ നരകത്തിൽ ചാടിക്കുന്നതും ഈശ്വരൻ തന്നെ എന്നൊരു ശ്രുതിവാക്യമുണ്ട്. കാരണം എല്ലാം ഈശ്വരന് അധീനമാണെങ്കിൽ പിന്നെ നന്മ ചെയ്യിപ്പിക്കുന്നത് ഈശ്വരനാണെങ്കിൽ അത് തിന്മ ചെയ്യിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ. രണ്ടിന്റെയും കർത്തൃത്വം ഈശ്വരന് തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ഭക്തന്റെ ഭാവനയാണ്. നന്മകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, തിന്മകൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരകൃതമാണ് എന്ന് പറയുമ്പോൾ അയാൾ ബോധപൂർവം അയാൾ തിന്മയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഹന്തയോടുകൂടി തിന്മയിലേക്ക് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. താൻ തിന്മ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നുണ്ടെങ്കിൽ അതും ഈശ്വരകൃതമാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി, മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഏത് തരത്തിലായാലും മനസ്സിൽ സമാധാനം വേണം, എന്നാലേ സാധനയിൽ മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ ഈശ്വരഭാവന കൊണ്ട് സർവവും ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറയുന്നതാണ്. തന്റെ കർത്തൃത്വത്തെ നിഷേധിക്കുക, വന്നുചേരുന്നതെല്ലാം ഈശ്വരകൃതമാണെന്ന് മനസ്സിൽ ദൃഢമായി ധരിക്കുക, മനസ്സിൽ വിശ്വസിക്കുക. ഈശ്വരനെ സമർപ്പിക്കുക എന്ന് പറയുന്നതിന് എന്താണ് താല്പര്യം? ഒരു ഭാഗത്തും താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരാതിരിക്കുക, ഒന്നിന്റെയും മേന്മ താൻ ഏറ്റെടുക്കാതിരിക്കുക. തന്റെ സാധനകൾ, തന്റെ സാധനയുടെ ഫലങ്ങൾ, ഇതിന്റെയൊന്നും മേന്മ താൻ ഒന്നിനും ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്കിത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, എനിക്കിത്രയൊക്കെ നേടാൻ കഴിഞ്ഞു എന്നുള്ള ഭാവം മനസ്സിൽ ഒരിക്കലും വരാതിരിക്കുക. എല്ലാം ചെയ്യുന്നതും എല്ലാത്തിന്റെ ഫലവും ഈശ്വരനാണ്. ഇതാണ് സർവാത്മസമർപ്പണം. അതിന്റെ വാക്കിന്റെയും മനസ്സിന്റെയും പ്രവൃത്തിയുടെയും എല്ലാം ഫലം ഈശ്വരനിൽ തന്നെ, വാക്കും മനസ്സും പ്രവൃത്തിയെല്ലാം ഈശ്വരൻ തന്നെ ജയിക്കുന്നു എന്നുള്ള ദൃഢമായ അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അനുസരിച്ചുള്ള വിവേകം, ആ വിവേകത്തിനനുസരിച്ച് ഉള്ള സാധനാ മാർഗത്തിലുള്ള സഞ്ചാരം, അതാണ് സർവാത്മ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം. അവിടെ ഈശ്വരനെ അന്യനായി കണ്ട് ആ ഈശ്വരന്റെ കൃപാപാത്രമാണ് താനെന്ന് കരുതി അങ്ങനെ സാധനാ മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അവിടെ പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന അവിടെയാണ്. സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വാസനാപ്രേരിതനായി എല്ലാം ചെയ്തു പോകുന്നു. അപ്പോൾ വേണ്ടെന്നെങ്ങനെ വയ്ക്കാൻ പറ്റും? എങ്ങനെ പരിത്യജിക്കാൻ പറ്റും? പരിത്യജിക്കാനുള്ള ശക്തി ഒരു ജീവൻ എങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പൊ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നില്ല എന്നുള്ള ഭാവന, അതേ പറ്റും. താൻ ഒരു ധർമ്മവും ചെയ്യുന്നില്ല, എല്ലാം ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറ്റും. അല്ലാതൊന്നും ഒരു ധർമ്മവും വേണ്ടെന്ന് വയ്ക്കാൻ നമുക്ക് കഴിയത്തില്ല. ഭഗവാൻ അർജുനനോട് തന്നെ പറയുന്നു, പ്രകൃതി ത്വാം യോക്ഷ്യസി, നീ ഇത് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും എന്നാണ്.
ഞാനിതും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ, അതായത് ഞാൻ ചെയ്യുന്നില്ല, എന്തായാലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് ജനിക്കുമ്പോൾ കൂടെ വന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ തന്റെ കൂടെ വന്നിരിക്കുകയാണ് തന്റെ ധർമ്മങ്ങൾ. അത് തനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സഹജമായി വരുന്ന തന്റെ കർത്തവ്യങ്ങളിൽ നിന്ന് ആർക്കും മാറാൻ പറ്റത്തില്ല. അതിനെ മാറ്റിമറിക്കാം, പക്ഷെ എവിടെയെങ്കിലും അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അതിൽ നിന്ന് നീ അത് വേണ്ട എന്ന് കരുതിയാൽ നിന്നെ കൊണ്ട് പ്രകൃതി ചെയ്യിപ്പിക്കുമെന്നാണ്. അപ്പൊ പിന്നെ എങ്ങനെ സർവധർമ്മങ്ങളും ധരിപ്പിക്കും? അപ്പൊ പിന്നെ ഭാവന കൊണ്ടേ കഴിയും. ഈശ്വരൻ ചെയ്യുന്നു, ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു ഉപകരണം മാത്രം എന്നുള്ള ഭാവന കൊണ്ട് അങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് മാമേകം ശരണം വ്രജ ആണ്, എന്നെ തന്നെ ശരണം പ്രാപിക്കുക. കർത്താവായും ഭോക്താവായും തന്നെ കരുതാതിരിക്കുക. ഞാൻ ചെയ്യുന്നു, ഞാൻ ഫലം അനുഭവിക്കുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. സർവത്തിനും ഉത്തരവാദി ഭഗവാൻ തന്നെ. അങ്ങനെ ഉള്ള മാനസിക ഭാവനയിലൂടെ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരങ്ങനെയല്ല. ഒരാൾ തന്റെ കഴിവിൽ, തന്റെ സാമർഥ്യത്തിൽ എല്ലാം അഭിമാനിച്ച്, തന്റെ അറിവിലെല്ലാം അഭിമാനിച്ച് പ്രവർത്തിക്കുന്നു. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നിനും അഭിമാനിക്കുന്നില്ല. ഈശ്വരനുള്ള ശരണാഗതി മാത്രം. ഭഗവാൻ തന്നെ സർവത്തിനും ഉത്തരവാദി താനല്ല. അങ്ങനെ കർമ്മങ്ങളിലുള്ള തന്റെ അഹന്തയെയും കർമ്മഫലങ്ങളിലുള്ള മമതയെയും മാനസിക ഭാവന കൊണ്ട് ത്യജിച്ച് ഈശ്വര ഭാവനയെ വളർത്തി ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതും സമാധാനത്തിന്റെ മാർഗമാണ്. അവിടെയും സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു. ഈ ഭാവനയിലൂടെയും അതുകൊണ്ട് വരുന്നു പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരകൃതമാണെന്നുള്ള ഭാവന കൊണ്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുന്നു. അതിനോട് വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നില്ല. പ്രതികൂലതകൾ വരുമ്പോൾ വിദ്വേഷത്തോടുകൂടി പ്രതികരിക്കുന്നതാണ് മനസ്സ് വിക്ഷിപ്തമാകുന്നതിനുള്ള ഒരു കാരണം. അല്ലെങ്കിൽ ഉള്ളിൽ സഹജമായിട്ടുള്ള ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ടും മനസ്സ് വിക്ഷിപ്തമാകാം. അസൂയ, സഹചാരിയുടെ കൂടെ കഴിയുന്നവന്റെ ഉയർച്ചയിൽ മനസ്സിന് അസ്വസ്ഥത തോന്നുക, അസൂയ, ഇത് സഹജമായിട്ടുള്ള ഒരു ഗുണമാണ്. ഇതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. മറ്റൊരുവരെ കുറിച്ച് ദോഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സഹജമായിട്ടുള്ള ഗുണമാണ്. അതിനെ പോഷിപ്പിച്ചാൽ മനസ്സ് അസ്വസ്ഥമാകും. എവിടെ തിന്മ കാണുന്നു അവിടെയെല്ലാം മനസ്സ് അസ്വസ്ഥമാകുന്നു. മനസ്സ് അസ്വസ്ഥമാകാതെ തിന്മ കാണാൻ പറ്റത്തില്ല. നന്മ കാണുന്നിടത്ത് മാത്രമേ മനസ്സ് ശാന്തമാകത്തുള്ളൂ. തിന്മ എന്ന് പറയുന്നത് തന്റെ തന്നെ സന്തത സഹചാരിയാണ്. തന്റെ അന്ധകരണത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് തിന്മ. ആ തിന്മയെ മറ്റുള്ളവരിൽ കാണുമ്പോൾ തന്റെ ഉള്ളിലിരിക്കുന്ന തിന്മ വളരും. അപ്പോൾ മനസ്സ് വിക്ഷിപ്തമാകും. ഇതെല്ലാം മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പ്രതികൂലതകളോട് പ്രതികരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ തന്നിൽ തന്നെ സന്തത സഹചാരിയായിരിക്കുന്ന ദുർഗുണങ്ങളെ പോഷിപ്പിക്കുന്നതുകൊണ്ട് എല്ലാം മനസ്സ് അസ്വസ്ഥമാകും. ഇതെല്ലാം സർവവും ഈശ്വരകൃതമാണ്, ഈശ്വര സങ്കല്പമാണ്. താൻ അതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ട കാര്യമില്ല, പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് മനസ്സിനെ സമാധാനിപ്പിച്ചതാണ് സമാധാനം. അങ്ങനെ സാധന മാർഗത്തിൽ ഭക്തൻ നീങ്ങുന്നു. അയാളുടെ വിചാരത്തിനനുസരിച്ച് സാത്വിക ഗുണം കൂടുന്നു. ആ സാത്വിക ഗുണം അന്ധകരണത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സമർപ്പണഭാവവും മറ്റും വളരുന്നു മനസ്സിൽ. അതിനനുസരിച്ച് മനസ്സ് ശാന്തമാകുന്നു, സമാധാനമാകുന്നു, സദ്വാസനകൾ വളരുന്നു.
ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയും വാസനാ നദി എന്ന് പറയും. വാസനാ നദിയുടെ പ്രവാഹമാണ് ഇത് രണ്ട്. ഗീതയിൽ പറയുന്ന ആസുരീ മാർഗവും ദൈവീ മാർഗവും. ആ സദ്വാസനകൾ വളരുന്നു സാധനവും. അപ്പോൾ അവൻ ദൈവീ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം ആസുരീ സമ്പത്ത് വളരുന്നു, ആസുരീ വാസനവും വളരുന്നു. അപ്പോൾ അവൻ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. സത്വഗുണമാണ് ഇതിന് പ്രധാനമായതിന്റെ നിയന്താവ്. അപ്പോൾ സത്വഗുണത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ഈ ഭാവനകൾ, ഈ ഭക്തി സഹായിക്കുന്നു. അതേസമയം തത്വവിചാരം ചെയ്യുന്നവനാണെങ്കിലോ ഭഗവത്ഗീതയിൽ ഈ രണ്ട് മാർഗങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ആധ്യാത്മിക സാധനങ്ങൾ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഏത് തരത്തിൽപ്പെട്ട ആളിനായാലും ശരി പൂർണ്ണമായി ഉപദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് ഗീതയുടെ പ്രത്യേകത. സാധനാമാർഗത്തെ ഇത്രയും വിശദീകരിക്കുന്നു. ശാസ്ത്രം രണ്ടു തരത്തിലുണ്ട് എന്ന് പറയും. ഒന്ന് പ്രമേയപരമായ ശാസ്ത്രങ്ങൾ, എന്നുവെച്ചാൽ ആത്മവസ്തു എന്താണ്, ആ പരമാത്മവസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ആ പരമാത്മ തത്വത്തെ നമുക്ക് വിശദമാക്കി തരുന്ന ശാസ്ത്രങ്ങൾ, അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചെല്ലാം പറയും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. മറ്റൊന്ന് പ്രമേയപരമായുള്ള ശാസ്ത്രങ്ങൾ, അല്ല പ്രമാണപരമായിട്ടുള്ള ശാസ്ത്രം. അതായത് ആ തത്വസാക്ഷാത്കാരത്തിന്റെ ഉപായങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങൾ. അതാണ് പ്രമാണത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ശാസ്ത്രം. ഉപായങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെയുണ്ട്. സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ഉള്ള ശാസ്ത്രമാണ് ഗീത. അത് കൂടുതലും ചർച്ച ചെയ്യുന്നത് സാധനാപരമായിട്ടാണ്. സാധനങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കും. പരമാത്മ തത്വത്തെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ അതിന് ശബ്ദം വിനിയോഗിച്ചിരിക്കുന്നത് സാധനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഏത് തരത്തിലുള്ള സാധകന്റെയും സാധനങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ മിക്കവാറും എല്ലാ സമ്പ്രദായത്തിലും പെട്ട സാധകന്മാരുടെ ദൈനംദിന അനുഷ്ഠാനം ആണ് ഗീതയുടെ പാരായണം എന്ന് പറയുന്നത്. ദ്വൈതിയായാലും വിശിഷ്ടാദ്വൈതിയായാലും അദ്വൈതിയായാലും ഒരു സന്യാസിയോ ബ്രഹ്മചാരിയോ എല്ലാ ദിവസവും ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥചിന്തനത്തോടുകൂടി മനനം ചെയ്യണമെന്നുള്ളതാണ്. അതൊരു അലിഖിതമായ നിയമമാണ്. എല്ലാ സമ്പ്രദായത്തിലും പെട്ടവരത് സ്വീകരിച്ചിരിക്കുകയാണ്. വേറെ യാതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും. കാരണം ഗീതയുടെ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് നമ്മൾ ഒരു ദിവസം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ബുദ്ധിക്ക് ഉന്മേഷം തരുന്ന, നമുക്കൊരു മാർഗനിർദ്ദേശം തരുന്ന ഒരാശയം അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഏതെങ്കിലും സമയത്ത് മനസ്സ് രാജസ താമസ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് മനസ്സ് മന്ദമായി, നിരുന്മേഷമായി, മനസ്സ് ശൂന്യമായി, അലസമായിരിക്കുന്ന സമയത്ത് ഗീതയിലെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്തത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഉരുവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആ അവസ്ഥയെ മാറ്റി മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്നു. നമുക്ക് ഉത്സാഹം തരുന്ന ഒരാശയം അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഈ ഗീതാശാസ്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സമ്പ്രദായങ്ങളിലും ഗീതയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. നിർബന്ധമാണ്. ഒരു സന്യാസി ഗീതയിലെ ഒരു ശ്ലോകം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്യാസി അല്ലെന്ന് ഈ സമ്പ്രദായത്തിൽപ്പെട്ടവരെല്ലാം പറയുന്നത്. അതിനുള്ള ഒരു വിശ്വാസം ഇതാണ്. യാ
സ്വയം പത്മനാഭസ്യ മുഖപത്മാത്മനിസൃത. ഭഗവാന്റെ ഈശ്വരന്റെ ആ പൂർണ്ണ അവതാരത്തിൽ ആ ഈശ്വരന്റെ മുഖത്തിൽ നിന്നും നിർഗമിച്ചതാണ്. ശ്രീകൃഷ്ണ അവതാരത്തിന് പൂർണ്ണ അവതാരമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ അവതാരത്തിൽ ഈശ്വരൻ തന്നെ സ്വയം ഉപദേശിച്ച ഇത്രയും വ്യക്തമായി താൻ ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തത്വോപദേശം ചെയ്ത മറ്റൊരു ആചാര്യന്മാരും നമ്മുടെ ആധ്യാത്മശാസ്ത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരന്റെ മുഖത്തു നിന്ന് തന്നെ അത് ഉണ്ടായി എന്ന് പറയുന്നത്. അവിടെ ആ ഈശ്വരീയരെ പ്രകടമാക്കി. ഈശ്വരന്റെ വിഭൂതികൾ മഹാത്മാക്കളിലെല്ലാം പ്രകടമാകാറുണ്ട്. ഈശ്വരന്റെ ആത്മീയ വിഭൂതികൾ അതെല്ലാം പ്രകടമാക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി പ്രകടമാക്കിയത് കൃഷ്ണാവതാരത്തിലാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അത് വ്യക്തമായി സ്വയം പറയുകയും ചെയ്തു. അന്യനായ ഒരു ഈശ്വരനെ ആരാധിക്കാനല്ല അവിടെ ഉപദേശിച്ചത്, പിന്നെയോ തന്നെ ആരാധിക്കാനാണ് പറഞ്ഞത് സ്പഷ്ടമായിട്ട്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്നാണ്. മാ ശുച, നീ ദുഃഖിക്കേണ്ട. പൂർണ്ണമായ ഈശ്വരീയ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ ഉപദേശിക്കുന്നത്. ഞാൻ നിന്നെ മോചിപ്പിക്കാമെന്നാണ്. മാം ഏകം ശരണം വ്രജ എന്നാണ്. നീ എന്നെ തന്നെ ശരണം പ്രാപിക്കൂ. അവിടെയും വ്യക്തമായി പറഞ്ഞു. അത് പറയുക മാത്രമല്ല, തന്റെ ഈശ്വരീയ ഭാവത്തെ പ്രകടമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു പല സന്ദർഭങ്ങളിലും. തന്റെ അമാനുഷികമായ ഭാവത്തെ കാണിച്ചു കൊടുത്തു. അതാണ് അർജുനന് കാണിച്ചു കൊടുത്തത്. വിശ്വരൂപത്തെ പ്രകടമാക്കി കൊടുത്തത് അതാണ്. ആ ഭൗതികമായ ശരീരത്തോടുകൂടി നിന്നുകൊണ്ട് തന്നെ തന്റെ ആത്മീയ വിഭൂതിയെ എന്താണ് കാണിച്ചു കൊടുക്കും. അതും എങ്ങനെ? ദിവ്യം ദദാമി തേ ചക്ഷു. ദിവ്യമായ ചക്ഷുസ് ഞാൻ നിനക്ക് തരുന്നു, ഈ കണ്ണിലൂടെ നീ നോക്കും. അപ്പൊ ദിവ്യമായ ഒരു ചക്ഷുസ് കൊടുത്ത് തന്റെ വിഭൂതിയെ ഒരു ജീവന് പ്രകടമാക്കി കൊടുക്കുന്നതിനുള്ള ആസക്തി അത് പൂർണ്ണമായി പ്രകടമായി കണ്ടത് നമ്മുടെ ഈ ആത്മീയ ചരിത്രത്തിൽ ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനാണ്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത പറയുന്നു. അല്ലയോ അർജുന, ഞാൻ സർവർക്കും പ്രകടമായിരിക്കുന്നില്ല. എന്തുകൊണ്ട്? യോഗമായ സമാവൃത. യോഗമായാൽ ഈ ജീവന്മാരെല്ലാം മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ആരും വ്യക്തമായി അറിയുന്നില്ല എന്നാണ്. എന്ന് തന്നെക്കുറിച്ച് തന്നെ, ആ വ്യക്തി ശരീരത്തോടുകൂടിയിരിക്കുന്ന തന്നെക്കുറിച്ച് തന്നെ ഉപദേശിച്ചതാണ്. അത് അർജുനന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ എന്ന് അർജുനൻ പറയുന്നത്. അല്ലയോ ഭഗവാന്, നീ ഒരു മനുഷ്യനായി നിന്നെ ഞാൻ കരുതി, നിന്നെ എന്റെ ഒരു സുഹൃത്തായി കരുതി. അതുകൊണ്ട് ഞാൻ എടോ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. നീ ശരീരത്തോടുകൂടി യശോദയുടെ പുത്രനായി ഞാൻ നിന്നെ കണ്ടതെല്ലാം വലിയ അബദ്ധമാണ്. ഈ ശരീരത്തോടുകൂടിയിരിക്കുന്ന നീ ആ പരമാത്മാവ് തന്നെ എന്ന് ആ വിശ്വരൂപ ദർശനത്തിലൂടെ പ്രായോഗികമായി നമുക്ക് പറയാം അഹം ബ്രഹ്മാസ്മി, പക്ഷെ കേൾക്കുന്നതിന് ബോധ്യപ്പെടുത്തില്ല. ഇതങ്ങനെയല്ല, ശരിക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കും, അനുഭവത്തിലൂടെ കാട്ടിക്കൊടുക്കും. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അതിനെ പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവതാര ഉപദേശിച്ചതാണ് ഗീതാതത്വം. അതാണ് യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാനിസൃത എന്ന് ഗീത ഉപദേശത്തെക്കുറിച്ച് പറയുന്നത്.
അങ്ങനെയുള്ള ആ ഗീതോപദേശം എന്ന് പറയുന്നത് ഏറ്റവും പ്രാമാണികമായി ആധ്യാത്മിക സാധനങ്ങൾക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കായാലും സ്വീകരിക്കാം. അതുകൊണ്ടൊരു ഭക്തി സാധകനായാലും ശരി, ജ്ഞാനസാധകനായാലും ശരി, വേണ്ടതെല്ലാം ആ ഗീതയിൽ ഉപദേശിക്കുന്നുണ്ട്. ജ്ഞാനസാധകന് വേണ്ടി എന്താണ് പറയുന്നത്? എങ്ങനെ സമാധാനം ഉണ്ടാക്കാമെന്ന് പറയുന്നു? ആത്മഭാവനയോടുകൂടി അനുഷ്ഠിക്കുക കർമ്മങ്ങൾ. താൻ അസംഗമായ ആത്മാവാണ്, തന്നിൽ കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, താൻ നിസ്സംഗനാണ്, തന്നിൽ കർമ്മമോ കർമ്മത്തിന്റെ ഫലമോ തന്നിൽ തന്നെ സ്പർശിക്കുന്നില്ല, തനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, തന്നിൽ പുണ്യമില്ല, പാപമില്ല. ഈ കർമ്മങ്ങളുടെ ഏറ്റവും ഘോരമായ കർമ്മമാണ് യുദ്ധം. അതാണെങ്കിൽ കൂടി എന്താണ് ഭഗവാൻ പറയുന്നത്? യുദ്ധസ്സു വിഗതജ്വര. വിഗതജ്വരനായി കോപതാപങ്ങളില്ലാതെ കാമക്രോധാദികളില്ലാതെ യുദ്ധം എന്ന് പറയുന്ന ഘോരമായ കർമ്മമാണെങ്കിൽ നീ ചെയ്തോ എന്നാണ്. ഹിംസാത്മകമായ കർമ്മമാണെങ്കിലും നിനക്ക് ചെയ്യാം, നിന്നെ അത് ബാധിക്കത്തില്ല, ആ ബോധത്തോടുകൂടി ചെയ്താൽ എന്നാണ്. താനതാണ്, സർവവും അത് തന്നെയാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി. സർവപ്രാണിയുടെ ഉള്ളിലിരിക്കുന്നത് ആ ഈശ്വര ചൈതന്യം തന്നെ. മത്ത സർവം പ്രവർത്തതേ, എന്നിൽ നിന്ന് തന്നെയാണ് ഈ സർവവും പ്രവർത്തിച്ചിരിക്കുന്നത്, ഞാൻ തന്നെയാണ് സർവത്തിന്റെയും ഉള്ളിലിരിക്കുന്നത്. ഈ തരത്തിൽ ആത്മതത്വത്തെ ഭാവന ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ അനുകൂല പ്രതികൂലങ്ങൾ മനുഷ്യന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അത്തരം ഭാവനയോടുകൂടി കർമ്മം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു, തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല, താൻ അസംഗനാണ്. സമുദ്രത്തിന്റെ ഉപരിതലത്തിലാണ് തിരമാലകൾ. ഉപരിഭാഗത്തേക്ക് വരുന്നതോറും അവിടെ വളരെ ക്ഷുബ്ധമായിരിക്കുന്നു. കാറ്റുകൊണ്ട് അവിടെ തിരമാലകൾ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ അടുത്തിട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് ശാന്തമാകും. അതുപോലെ അന്ധകരണത്തിന്റെ ഉപരിതലത്തിലാണ് ഈ കാറും കോളുമെല്ലാം. അനുകൂല പ്രതികൂലങ്ങളുണ്ടാകുന്ന, അതുകൊണ്ടുണ്ടാകുന്ന ആഘാത പ്രത്യാഘാതങ്ങളെല്ലാം ഈ മനസ്സിന്റെ ഏറ്റവും സ്ഥൂലമായ ബാഹ്യമായ തരത്തിലാണ്. അന്ധകരണത്തിന്റെ രാജസ താമസ ഗുണങ്ങളാണെങ്കിൽ ആത്മസമീപത്തിലേക്ക് വരുമ്പം അന്ധകരണം ആത്മപ്രകാശത്ത് അത് സാത്വികമായിരിക്കുന്നു, സ്വച്ഛമായിരിക്കുന്നു. ആ സ്വച്ഛതയിലേക്ക് മനസ്സിനെ അടുപ്പിച്ചുകൊണ്ട് ആത്മഭാവനയോടുകൂടി വിചാരമാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ കർമ്മം ചെയ്യും. ഈ അനുകൂല പ്രതികൂലങ്ങളെല്ലാം വെറും ബാഹ്യമാണ്, അതൊന്നും ആത്മസ്വരൂപമായിരിക്കുന്ന തന്നെ ബാധിക്കുന്നില്ല. പിന്നെ താൻ എന്താണ് ചെയ്യേണ്ടത്? ബാഹ്യമായുള്ള ഈ സംഘർഷങ്ങളോട്, മാനസിക സംഘടനകളോട് താതാത്മ്യപ്പെടാതിരുന്നാണ്. അതിനോട് പോയി തന്റെ നിജസ്വരൂപത്തിൽ നിന്നും വിട്ട് ബാഹ്യമായിരിക്കുന്ന ഈ അന്ധകരണ വൃത്തികളോട് പോയി താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ് താൻ അസ്വസ്ഥനാകുന്നത്. തന്റെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. മനസ്സ് വിക്ഷിപ്തമാകുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. അതിനോട് താൻ താതാത്മ്യപ്പെടാതിരിക്കുക. താൻ തന്റെ ആ വസ്തുസ്വരൂപത്തിലേക്ക്, തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുവിലേക്ക് അടുത്തു നിൽക്കുക. തന്റെ മനസ്സ് ബാഹ്യമായിരിക്കുന്ന ഈ സംഘർഷങ്ങളോട് താതാത്മ്യപ്പെടാതെ തന്റെ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് യോഗസ്ഥനായി, യോഗനിലയിൽ നിന്നുകൊണ്ട്, യോഗനിലയെന്ന് പറയുന്നത് അതാണ്. തന്റെ സ്വരൂപത്തെ ഭാവന ചെയ്ത് തന്റെ സ്വരൂപത്തിലേക്ക് മനസ്സിനെ നിർത്തി ബാഹ്യമായിരിക്കുന്ന ഈ സംഘർഷങ്ങളെ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട്, അതാണ് സാക്ഷിഭാവം എന്ന് പറയുന്നത്. താൻ അതിനോട് പോയി താതാത്മ്യപ്പെടാതെ, അതിനൊരിക്കലും തന്നിലേക്ക് വരാൻ കഴിയത്തില്ല. ഉപരിതലത്തിലെ തിരമാലകൾക്കൊരിക്കലും സമുദ്രത്തിന്റെ അന്തർഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. അതിനുപരിതലത്തിലേ നിൽക്കാൻ പറ്റും. അതിന്റെ അടിയിൽ നിന്നൊരാൾ മേലിലേക്ക് വന്ന് അതിനോട് താതാത്മ്യപ്പെടണം. അതെല്ലാം തന്റേതാണെന്ന് കരുതണം. ഈ മനസ്സിന്റെ വിക്ഷേപങ്ങളല്ല തനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. മറിച്ചെന്താണ്?
ഈ വിക്ഷേപങ്ങളിലോട് താൻ പോയി താതാമ്യപ്പെടുന്നതാണ്. ഈ വിക്ഷേപങ്ങൾ എന്റേതാണ്, ഈ സംഘർഷങ്ങൾ, ഈ ടെൻഷനെല്ലാം എന്റേതാണ്, ഈ സംഘർഷങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നു എന്ന് കരുതുന്നിടത്താണ് തകരാറ് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ അതൊന്നും തന്റേതല്ല, താൻ അതൊന്നും അനുഭവിക്കുന്നുമില്ല. താൻ ശുദ്ധമായ, പരിശുദ്ധമായിരിക്കുന്ന, നിർമ്മലമായിരിക്കുന്ന, ശാന്തമായ ആത്മവസ്തുവാണ് എന്നുള്ള ഭാവനയോടുകൂടി ഈ ബാഹ്യമായ സംഘർഷങ്ങളിൽ നിന്നും, അന്ധകരണത്തിന്റെ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങളിൽ നിന്നും സാധകൻ മാറി നിൽക്കുന്നു. അതിൽ നിന്ന് അയാൾ വിട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ വിട്ടുനിൽക്കാൻ അയാൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ആത്മഭാവന. താൻ ആത്മാവാണെന്നുള്ള ഭാവനയും വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നു. തന്നിൽ ഇതൊന്നും ഇല്ല എന്നുള്ള ഭാവനയും താൻ അതിനോട് താതാമ്യപ്പെടാതിരിക്കുന്നു. അധ്യാസം എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത അധ്യാസത്തെ ഒഴിവാക്കാൻ അയാൾ ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ അയാൾ ഭാഗികമായെങ്കിലും അയാൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാധകന്റെ തീവ്രമായ ആത്മാർത്ഥമായ ശ്രമമനുസരിച്ച് അയാൾ എപ്പോഴും തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്റെ നിസ്സംഗത അയാളിൽ ശാന്തിയെ കൊടുക്കുന്നു. തന്റെ സഹജമായിരിക്കുന്ന ശാന്തിയെ അയാൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റതെല്ലാം കൃത്രിമമാണ്, അവിദ്യാകാര്യമാണ്. അതിലേക്ക് അയാൾ ചെന്നുചാടുന്നില്ല, അതിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പൊ ആ ഭാവനയോടുകൂടി ഇതിന് ഗീതയിൽ ഇത് ധാരാളം ഉപദേശിക്കുന്നുണ്ട്. അത്തരം ആത്മഭാവനയോടുകൂടി പ്രവൃത്തി ചെയ്യാം. ആ ആത്മഭാവനയോടുകൂടി പ്രവൃത്തി ചെയ്യുന്നതിനാണ് ഇവിടെ ഈ വിചാരമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിന്റെ കർമ്മയോഗം എന്ന് പറയുന്നതാണ്. ഭക്തന്റെ കർമ്മയോഗം വേറൊന്നാണ്. ഭക്തനിത് കഴിയത്തില്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സ് വൈകാരികമാണ്. അയാൾക്ക് അന്യനായൊരു ഭഗവാൻ ഉണ്ടെങ്കിലേ പറ്റും. അയാളുടെ മനസ്സിൽ ആശ്രയഭാവമാണ്. അയാൾക്ക് ആശ്രയിക്കാനൊന്നും വേണം, ഒരു അവലംബം വേണം. അതിന് ഈശ്വരൻ, അന്യനായ ഒരു ഈശ്വരൻ ഉണ്ടായാലേ പറ്റും. ഇവിടെ വിചാരം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതയാളുടെ വിഷയമല്ല. അക്കാര്യത്തിൽ അയാൾ ഉദാസീനനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം താൻ അസംഗനായ ആത്മാവ് എന്നുള്ള ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാക്ഷിഭാവം, ആ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ടുള്ള പ്രപഞ്ച വീക്ഷണം, അതാണ് അയാളുടെ സാധന ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അയാൾക്ക് ശാന്തിയെ കൊടുക്കുന്നു, സമാധാനത്തെ കൊടുക്കുന്നു. അങ്ങനെ ഏത് മാർഗത്തിലൂടെ ആയാലും ഒരുവൻ ഈ സമാധാനത്തെ ഉണ്ടാക്കിയെടുക്കുക, ആ സമാധാനം സഹജമായിരിക്കുക, ആ സമാധാനത്തെ വളർത്തിക്കൊണ്ടുവരിക, ഇത് ഒരു സാധനയാണ്. ഇതിന്റെ ചരമലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ആത്മനിഷ്ഠ എന്ന് പറയുന്നത് ആ പരിപൂർണമായ സമാധാനം കൈവരിക്കുകയാണ്, ആന്തരികമായ സമാധാനം. ബാഹ്യമായ സമാധാനം ഏറെക്കുറെ അസാധ്യമാണ്, അത് സാധ്യമല്ല. പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആന്തരികമായ സമാധാനം മാത്രമേ കൈവരിക്കാൻ പറ്റൂ. തന്നിൽ സമാധാനമുണ്ടെങ്കിൽ ഒരു ലോകത്ത് സമാധാനമുണ്ട്, തന്നിൽ സമാധാനമില്ലെങ്കിൽ ലോകവും അസ്വസ്ഥമായിരിക്കും. ഇതാണ് ഒരു സാധകന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ഒരു സാധകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അയാൾ അസ്വസ്ഥനാണെന്നാണ്. അയാൾ അസമാധാനമുണ്ട്, അയാൾ സമാധാനമില്ല. അപ്പൊ അയാൾ പുറത്തും സമാധാനമില്ലായ്മ കാണുന്നു. അപ്പോൾ അയാൾ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. മഹാത്മാക്കൾ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയേ അയാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ല അയാൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അയാളുടെ ഉള്ളിൽ അയാൾ സമാധാനം കാണുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ കല്ലും മുള്ളും എല്ലാം പിറക്കി കളഞ്ഞ് വഴി വൃത്തിയാക്കി നടക്കുന്നതിനും നല്ലത് സ്വന്തം കാലിൽ ചെരുപ്പിട്ട് നടക്കുന്നതാണ്. ലോകത്തിലെ കല്ലും മുള്ളും എല്ലാം പിറക്കി കളഞ്ഞിട്ട്
നടക്കാൻ തുടങ്ങിയാൽ എന്താണ്, അത് എളുപ്പമല്ല. നമ്മുടെ യത്നം, വൃഥായത്നം, വ്യർത്ഥപ്രയത്നം വേണ്ടി ഇതെല്ലാം പറക്കി കളയുന്നതിന് വേണ്ടി ചെയ്യുന്നതിന് എത്രയോ ലഘുവായ അനായാസമായ പ്രയത്നം മതി കാലിലൊരു ചെരുപ്പിടുന്നതിന്. ജീവിതകാലം മുഴുവൻ പറക്കിക്കളഞ്ഞാലും തീരാത്ത കല്ലും മുള്ളുമാണ് ഈ ലോകത്ത് കിടക്കുന്നത്. ഒരു ജന്മം കൊണ്ട് സാധ്യമല്ല. പിന്നെ ചെയ്യാമെന്നുള്ള എന്താണ്, അനായാസമായി ചെയ്യാമെന്നുള്ള എന്താണ്, സ്വന്തം കാലിൽ ചെരുപ്പ് ധരിക്കുക, സ്വന്തം അന്ധകരണത്തിൽ സമാധാനം കണ്ടെത്തുക, ആ സമാധാനത്തിലൂടെ നോക്കി ലോകത്തെ സമാധാനമായി കാണുക. അങ്ങനെ കാണുന്നവൻ എന്ത് വരുന്നു, നേരത്തെ പറഞ്ഞുള്ളൂ, ബാഹ്യമായ പ്രതികരണങ്ങൾ. തന്റെ ശത്രുക്കളിൽ നിന്ന് വരുന്ന പ്രതികരണം, മിത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതികരണം, ഇത് രണ്ടും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആപത്താണ്. ഒരു മഹാത്മാവ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഭഗവാനെ എന്റെ മിത്രങ്ങളിൽ നിന്നും എന്റെ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന്. കാരണം മിത്രങ്ങളെക്കാൾ കൂടുതൽ അപകടമാണ്, ശത്രുക്കളെക്കാൾ കൂടുതൽ അപകടമാണ് മിത്രങ്ങൾ. അപ്പൊ ഇത് അതിനു മുന്നേ അപകടമാണ്. ഈ മഹാത്മാക്കളെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളോട് അവർ പറയാറില്ലെന്നേ ഉള്ളൂ. എന്താണ്, എന്റെ ഭക്തന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവാന് എന്നവരെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളോട് പറയാറില്ല. കാരണം ശത്രുക്കള് ഉപദ്രവിക്കുന്നത് ദൂരെ നിന്നാണ്, ഭക്തന്മാർ ഉപദ്രവിക്കുന്നത് അടുത്ത് എന്നാണ്. മറ്റുള്ളവർ ദൂരെ നിൽക്കത്തേ ഉള്ളൂ, നിന്ദിക്കുന്നവൻ ദൂരെ നിന്നേ നിന്ദിക്കത്തുള്ളൂ, അടുത്ത് ചെല്ലത്തില്ലല്ലോ. അവൻ നിന്ദ്യനായി കാണുന്നു മഹാത്മാവിന്, അവനവൻ അടുത്ത് ചെല്ലാറില്ല, ദൂരെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും. ഭക്തൻ അങ്ങനെയല്ല, ഭക്തൻ അടുത്ത് ചെന്നിട്ടാണ്, അവൻ കാലിൽ പിടിച്ചിട്ടാണ് കാല് വലിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. ഭക്തൻ എന്ന് വെച്ചാൽ മുന്നിൽ കൂടി ചെന്ന് തൊഴും, പിന്നിൽ കൂടി ചെന്ന് തൊഴിക്കും. ഇത് രണ്ട് ഭക്തനിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് മഹാത്മാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കും, എന്റെ ഭക്തന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ അതുപോലെ എന്താണ്, സാധകനെ സംബന്ധിച്ചിടത്തോളം അനുകൂലതയും പ്രതികൂലതയും അസ്വസ്ഥത ഉണ്ടാകും. അനുകൂലത ആസക്തിയെ ഉണ്ടാക്കി മമതയെ സൃഷ്ടിച്ച് അതിലൂടെ അവനിൽ വിക്ഷേപങ്ങളുണ്ടാകും. മമതയും വിക്ഷേപത്തിന് കാരണമായി തീരും. അതാണ് മിത്രങ്ങൾ അനുകൂലത വിക്ഷേപം ഉണ്ടാക്കുന്നതാണ്. പ്രതികൂലതയോട് അവൻ പ്രതികരിക്കുമ്പോൾ അത് അവന്റെ മനസ്സിനെ വിക്ഷിപ്തമാക്കും. അപ്പോ ഇത് രണ്ടും ഉണ്ടാകാതെ ഏത് സാധന മാർഗത്തിലൂടെ ആയാലും സമാധാനം മനസ്സിന് നിലനിർത്തിയാൽ മാത്രമേ ഉപരി സാധനങ്ങൾക്കുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആ സമാധാനം അതും സമാധി ഷഡ്ക സമ്പത്തിയുടെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തു വരുന്നത് തിതിക്ഷ.